ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനായ കുട്ടിക്കാനത്ത് പീരുമേടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരവും അല്പം നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരു ചരിത്ര സ്മാരകമാണ് അമ്മച്ചിക്കൊട്ടാരം. കാടിനും മഞ്ഞിനും നടുവിൽ ഏകദേശം 25 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പഴയ തിരുവിതാംകൂർ രാജവംശത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നത്. രാജാവിന്റെ സഹോദരിയായിരുന്നു മഹാറാണി. രാജാവിന്റെ ഭാര്യയ്ക്ക് രാജ്ഞി എന്ന പദവിയോ ഭരണപരമായ അവകാശങ്ങളോ ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭാര്യമാരെ ബഹുമാനപൂർവ്വം അമ്മച്ചി പനപ്പിള്ള അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തന്റെ ഭാര്യയ്ക്ക് അമ്മച്ചിക്ക് വേണ്ടി പണികഴിപ്പിച്ച വേനൽക്കാല വസതിയായതിനാലാണ് ഇതിന് അമ്മച്ചിക്കൊട്ടാരം എന്ന പേര് ലഭിച്ചത്. പകൽ വെളിച്ചത്തിൽ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുട്ടിക്കാനം. എന്നാൽ ഇരുട്ടു വീഴുന്നതോടെ മൂടൽമഞ്ഞ് ഈ കാടിനെ മൂടുമ്പോൾ ഇവിടെയുള്ള ഒരു പഴയ കൊട്ടാരത്തിനു ചുറ്റും ദുരൂഹതയുടെ ഒരു വലിയ വലയം രൂപപ്പെടാറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തിരുവനന്തപുരം നഗരത്തിലെ വലിയ കൊട്ടാരങ്ങളിൽ സുഖമായി ജീവിക്കാമെന്നിരിക്കെ എന്തിനാണ് കടൽമട്ടിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലുള്ള അന്ന് വന്യമൃഗങ്ങൾ മാത്രം നിറഞ്ഞിരുന്ന ഈ ഏകാന്തമായ കാട്ടിൽ ഒരു കൊട്ടാരം പണിതത്? അതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ കനത്ത ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള വേനൽക്കാല വസതി, അതിനേക്കാൾ ഉപരി രാജകുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങളിൽ നിന്നും മാറി തന്റെ പ്രിയപ്പെട്ടവളോടൊപ്പം ഒരൽപ്പം ഏകാന്തത ആസ്വദിക്കാൻ രാജാവ് കണ്ടെത്തിയ ഇടമായിരുന്നു ഇത്. പീരുമേട്ടിലെ തോട്ടം മേഖലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ.ഡി. മൺറോ എന്ന ബ്രിട്ടീഷുകാരനാണ് ഇതിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടുതന്നെ കേരളീയ വാസ്തുവിദ്യയും പാശ്ചാത്യ ശൈലിയും കലർന്ന ഒരു അപൂർവ നിർമ്മിതിയാണിത്. ഈ കൊട്ടാരത്തിന്റെ ചുവരുകൾക്ക് 3 അടിയിലധികം കനമുണ്ട്. പൂർണ്ണമായും പ്രകൃതിദത്തമായ രീതിയിൽ കുമ്മായം, ശർക്കര, കരിമ്പ് നീര്, കോഴിമുട്ടയുടെ വെള്ള തുടങ്ങിയവ ചേർത്തുള്ള സുർക്കി മിശ്രിതവും ഈടുറ്റ തടികളും ഉപയോഗിച്ചാണ് കൊട്ടാരം പണിതിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ പുറത്ത് എത്ര ചൂടുണ്ടായാലും അകത്ത് AC വെച്ചതുപോലെ തണുപ്പായിരിക്കും. എന്നാൽ കുട്ടിക്കാനത്തെ കഠിനമായ തണുപ്പുകാലത്ത് ഈ ചുവരുകൾ അകത്തളങ്ങളെ ചൂടാക്കി നിർത്തുകയും ചെയ്യും. തറയിൽ വിരിച്ചിരിക്കുന്നത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ടൈലുകളാണ്. ശ്രീമൂലം തിരുനാളിന് ശേഷം മഹാറാണി സേതു ലക്ഷ്മിഭായി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തുടങ്ങിയ ഭരണാധികാരികളും വേനൽക്കാലത്ത് വിശ്രമിക്കാനായി ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ്. മതിയായ സംരക്ഷണം ലഭിക്കാത്തതിനാൽ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. എങ്കിലും ഇതിന്റെ നിഗൂഢമായ ഭംഗിയും മൂടൽമഞ്ഞും കാരണം നിരവധി സിനിമകൾക്കിത് പശ്ചാത്തലമായിട്ടുണ്ട്. ലൂസിഫർ, മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വീട്, ഫഹദ് ഫാസിലിന്റെ കാർബൺ, ഇന്ദ്രിയം, പൈലറ്റ്സ് തുടങ്ങിയ പ്രശസ്തമായ സിനിമകൾ ചിത്രീകരിച്ചത് ഇവിടെയാണ്. അമ്മച്ചിക്കൊട്ടാരം സന്ദർശിച്ചിട്ടുള്ള പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ കൊട്ടാരത്തിന് തൊട്ടുതാഴെ കാടുകയറി കിടക്കുന്ന ആ പഴയ കൽക്കുളവും കുളിക്കടവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പകൽ വെളിച്ചത്തിൽ പോലും അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രത്യേക ഭയം തോന്നും. വള്ളിപ്പടർപ്പുകളും പായലും മൂടിക്കിടക്കുന്ന ആ കുളിക്കടവിനു പിന്നിലും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അന്തഃപുര രഹസ്യങ്ങളുടെ വലിയൊരു ചരിത്രമുണ്ട്. നമുക്കറിയാം, രാജാക്കന്മാർ താമസിക്കുന്ന കൊട്ടാരങ്ങളിൽ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും അങ്ങേയറ്റത്തെ പ്രാധാന്യമാണ് നൽകിയിരുന്നത്, പ്രത്യേകിച്ച് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക്. അമ്മച്ചി കൊട്ടാരത്തിന് താഴെ കാണുന്ന ആ കുളിക്കടവ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭാര്യയായിരുന്ന പനപ്പിള്ള അമ്മയ്ക്കും അവരുടെ കൂടെയുണ്ടായിരുന്ന അന്തഃപുര സ്ത്രീകൾക്കും പരിചാരികമാർക്കും മാത്രം കുളിക്കാനും വസ്ത്രം മാറാനുമായി പ്രത്യേകം പണികഴിപ്പിച്ചതാണ്. കരിങ്കലിൽ കെട്ടിയുണ്ടാക്കിയ മനോഹരമായ പടവുകളും വസ്ത്രം മാറാനുള്ള പ്രത്യേക അറകളും ചേഞ്ചിങ് റൂംസൊക്കെ അന്ന് ഈ കുളിക്കടവിന്റെ ഭാഗമായിരുന്നു. കുട്ടിക്കാനത്തെ കഠിനമായ തണുപ്പിലും ഈ കുളത്തിലെ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാട്ടുചോലകളിൽ നിന്നും ഔഷധസസ്യങ്ങളുടെ വേരുകളിലൂടെ അരിച്ചെത്തുന്ന ശുദ്ധമായ വെള്ളമാണ് ഈ കുളത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഔഷധക്കുളം കൂടിയായാണ് അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അമ്മച്ചി കൊട്ടാരത്തിന്റെ പ്രധാന കെട്ടിടത്തേക്കാൾ കൂടുതൽ ഭയമുണർത്തുന്ന അന്തരീക്ഷമാണ് താഴെയുള്ള ഈ കുളിക്കടവിലുള്ളത്. അതിനുള്ള കാരണങ്ങൾ ഇതാണ്. കൊട്ടാരത്തിൽ നിന്നും താഴേക്കിറങ്ങുന്തോറും മരങ്ങൾ കൂടുതൽ ഇടതൂർന്നതാണ്. സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്തതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പോലും അവിടെ നല്ല ഇരുട്ടായിരിക്കും. ദശാബ്ദങ്ങളായി ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് കുളത്തിൽ കട്ടിയുള്ള പായലും കാട്ടുചെടികളും നിറഞ്ഞുകിടക്കുകയാണ്. കുളത്തിന്റെ കൃത്യമായ ആഴം ആർക്കും അറിയില്ല. അബദ്ധത്തിൽ കാലൊന്നു വഴുതിയാൽ രക്ഷപ്പെടുക അസാധ്യമാണ്. ഈർപ്പവും തണുപ്പുമുള്ള ഇത്തരം കൽക്കുളങ്ങൾ വിഷപ്പാമ്പുകളുടെ പ്രധാന താവളങ്ങളാണ്. പടവുകളുടെ ഇടയിലുള്ള പൊത്തുകളിൽ രാജവെമ്പാല ഉൾപ്പെടെയുള്ള പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങളും പക്ഷികളും ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഈ കുളക്കടവിന് ചുറ്റും എപ്പോഴും പ്രതിധ്വനിക്കാറുണ്ട്. മൂടൽമഞ്ഞ് വീഴുന്ന സമയത്ത് ആ കുളക്കടവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിങ്ങളെ ശരിക്കും ഭയപ്പെടുത്തും.
പഴയ രാജകീയ പ്രൗഢിയുടെ വസ്ത്രധാരണങ്ങളും ചിരിശബ്ദങ്ങളുമൊക്കെ ഉയർന്നിരുന്ന ആ കുളിക്കടവ് ഇന്ന് ആരുമില്ലാതെ കാടുകയറി തികച്ചും വിനാശകരമായ ഒരു നിഗൂഢതയായി അവിടെ അവശേഷിക്കുകയാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒളിച്ചുവെക്കപ്പെട്ട ചരിത്രങ്ങൾക്കായി വോർട്ടെക്സ് മലയാളി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നിഗൂഢമായ ചരിത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.